ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ സുധീഷ് നിധിക്ക് ബാത്റൂം കാണിച്ചു കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. ഇതിനുള്ളിൽ കറണ്ടും ഇല്ലേ എന്നും ചോദിച്ച് സുധീഷ് സുഭാഷിനെ വിളിക്കുകയാണ്. സുഭാഷ് ഏട്ടാ, ഇവിടുത്തെ ലൈറ്റ് വർക്ക് ചെയ്യുന്നില്ലല്ലോ. അപ്പോ സുഭാഷ് ഹരീഷിനോട് ചോദിക്കുന്നുണ്ട്, നീ ആ ബാത്റൂമിലെ ലൈറ്റ് മാറ്റിയില്ലേ? അപ്പോൾ സുഭാഷ് ഹരീഷിനോട് ചോദിക്കുന്നുണ്ട്, ഏട്ടാ നീ ആ ബാത്റൂമിലെ ലൈറ്റ് മാറ്റിയില്ലായിരുന്നോ? ഇല്ല ഏട്ടാ, മറന്നുപോയി, ഞാൻ ഇപ്പൊ പോയി വാങ്ങിയിട്ട് വരാം. അതിനിപ്പോ ജംഗ്ഷനിലെ കടകളൊക്കെ പൂട്ടിയിട്ടുണ്ടാവുമല്ലോ, അതിന്റെ സ്വിച്ചിനും ചെറിയൊരു കേടുണ്ട്, നാളെ രണ്ടും കൂടെ മാറ്റാം എന്ന് പറയുന്നു. അപ്പൊ സുധീഷ് വിളിച്ചു പറയുന്നുണ്ട്, അപ്പൊ ഇന്നും കുളിക്കണ്ടേ എന്ന് ചോദിക്കുമ്പോൾ നിധി പറയും, അത് കുഴപ്പമില്ല, ഒരു ടോർച്ചോ മറ്റോ കിട്ടുമോ എന്ന് ചോദിക്കാം. ടോർച്ചോ എന്ന് സുധീഷ് ചോദിച്ചപ്പോഴേക്കും ഹരീഷ് ഒരു ടോർച്ചുമായി ഇവരുടെ അടുത്തേക്ക് ഓടി വരുന്നുണ്ട്. അപ്പോ നിധി താങ്ക്സ് പറഞ്ഞ് ബാത്റൂമിലേക്ക് കയറുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ സുധീഷ് പറയും, എന്തോ നടാ, ബൾബൊക്കെ മാറ്റണ്ടേ ഏട്ടാ, ഞാൻ മറന്നുപോയി എന്ന് പറയാൻ കേട്ടോ പതുക്കെ ഹരീഷ്. എന്നിട്ട് സുധീഷും ഹരീഷും കൂടെ നേരെ ചെല്ലുന്നത് സുഭാഷിന്റെ അടുത്തേക്കാണ്. സുഭാഷ് പറയും, വീട്ടില് മുഴുവൻ ബൾബാണ്, എന്നിട്ട് ബാത്റൂമിൽ ഒരു ബൾബ് വയ്ക്കാൻ പറ്റിയില്ല അല്ലേ? കേൾക്കുന്ന നികേഷ്, അതെ ഏട്ടാ, ഏട്ടത്തിയെ ഇംപ്രസ് ചെയ്യാനുള്ള തിരക്കില് ഇതങ്ങ് വിട്ടുപോയി എന്ന് പറയാണ്. അപ്പോഴേക്കും ഹരീഷ് പറയും, ഹലോ, ഇങ്ങനെ ഒരു കല്യാണം കഴിക്കാൻ പോവാണെന്നും പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വരുമെന്നും ഏട്ടൻ ഞങ്ങളെ വിളിച്ചു പറഞ്ഞില്ലല്ലോ. കല്യാണം കഴിച്ചതോ അറിയിച്ചില്ല, അത് ഞങ്ങളൊട്ടും പ്രതീക്ഷിക്കുന്നുമില്ല. അറ്റ്ലീസ്റ്റ് ഇങ്ങോട്ട് വരുന്നതെങ്കിലും ഒന്ന് വിളിച്ചു പറഞ്ഞുവിടായിരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോ, എടാ ഇത് അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് നടന്നതെന്ന് പറയാൻ കേട്ടോ സുധീഷ്. ഇതിപ്പോ ഞങ്ങളോട് സുഭാഷേട്ടൻ പറഞ്ഞതുകൊണ്ടാണ് അറിഞ്ഞത്. ആ വന്ന ഫോണ് നികേഷ് എടുത്തില്ലായിരുന്നു. ഈ വീട് ഇതിനേക്കാളും പരിതാപകരമായിട്ടുള്ള അവസ്ഥയിലായിരുന്നു. ഇത് കേൾക്കുന്ന സുധീഷ് പറയും, എടാ നീ വെറുതെ കുഴപ്പിക്കല്ലേ, മതി എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ സുഭാഷ് പറയും, ഇനി ഇതും പറഞ്ഞ് രണ്ടുപേരും കൂടെ വഴക്കുണ്ടാക്കണ്ട. അപ്പോ നികേഷ് പറയും, ലൈറ്റ് ഇല്ലെങ്കിലേ വലിയ പ്രശ്നമൊന്നുമില്ല, അതിനേക്കാൾ വളരെ ബോറായിരിക്കും നിങ്ങളുടെ രണ്ടുപേരുടെയും അടി എന്ന് പറയാണ്. അപ്പോ സുധീഷ് സുഭാഷിനോട് ചോദിക്കും, അതെ ബാത്റൂം ക്ലീൻ ആണോ? അതൊക്കെ ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്, ഞാനാണ് ചെയ്തതെന്ന് സുഭാഷ് പറയുമ്പോ, ഏട്ടൻ അന്ന് എനിക്ക് വാങ്ങി തന്നില്ലേ ഒരു സ്പ്രേ, അതൊക്കെ ഞാൻ ബാത്റൂമിൽ കൊണ്ടുപോയി അടിച്ച് പക്ക ആക്കി വെച്ചിട്ടുണ്ടെന്ന് പറയാണ് നികേഷ്. അതിന്റെ ഇടയിൽ സുധീഷ് പറയുന്നുണ്ട്, അതെ കഴിക്കാൻ എന്താ ഉള്ളത്, വായിൽ വെക്കാൻ കൊള്ളാവുന്നതാണല്ലോ എന്ന് പറയുമ്പോഴേക്കും ഹരീഷൻ അങ്ങ് ദേഷ്യം പിടിക്കാണ്. ദേ സുധീഷ് ഏട്ടാ, ഒരുമാതിരി വർത്താനം പറയല്ലേ, നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങളൊരു കല്യാണം കഴിച്ചു, ആരാണ് എന്താണ് എന്നൊന്നും ഞങ്ങൾക്കറിയില്ല, ഞങ്ങൾക്ക് കഴിയാവുന്നതിലപ്പുറം ഞങ്ങൾ ചെയ്തും വെച്ചിട്ടുണ്ട്. ദേ ഹരീഷെ, നീയാണ് ഇപ്പോട്ടോ ഓവറാവുന്നേ എന്ന് പറയുമ്പോഴേക്കും ഹരീഷിന് ദേഷ്യം പിടിച്ച് പറയും, നിങ്ങൾക്ക് വേണ്ടി അടി വാങ്ങിച്ചു നിൽക്കാൻ ഞങ്ങളിപ്പോ, ഇനി ഇത് എന്താവുമോ എന്നൊന്നും അറിയത്തില്ല. അപ്പോഴേക്കും സുഭാഷ് ഇടപെട്ടിട്ട് പറയും, എടാ നിങ്ങൾ ഇങ്ങനെ വഴക്കുണ്ടാക്കാതെ, എന്നിട്ട് നികേഷ് കൂട്ടിയിട്ട് പോകുന്നുണ്ട്. അപ്പോഴേക്കും സുധീഷ് പറയും സുഭാഷിനോട്, ഇതിന് മാത്രം പറയാൻ മാത്രം ഞാൻ എന്താ ചെയ്തത്? എടാ സുധീഷെ, നീ ഒന്ന് നിർത്ത്, ആ കുട്ടി കേൾക്കും എന്ന് പറയുമ്പോൾ സുധീഷും നിർത്താണ് കേട്ടോ സംസാരം. അങ്ങനെ കുളി കഴിഞ്ഞെത്തുന്ന നിധിയെയും നോക്കി നമ്മുടെ സുധീഷ് അവിടെ നിൽക്കുന്നുണ്ട്. അങ്ങനെ കുളി കഴിഞ്ഞു വരുമ്പോ നികേഷ് ഓടി വന്ന്, ആ കുളി കഴിഞ്ഞോ എന്നും പറഞ്ഞ് ഒരു ചെയർ എടുത്ത് ഹാളിലേക്ക് ഇടാണ്. ഇരിക്കിരിക്കി ഏട്ടാ, വേഗം ചോറെടുക്ക് എന്ന് പറഞ്ഞ ചോറും കറികളൊക്കെ ആ തറയിലാണ് കേട്ടോ വെക്കുന്നത്. അപ്പോഴേക്കും ഹരീഷും സുധീഷും നികേഷും ഒക്കെ വന്നിരിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ സുധീഷ് പറയും, എന്താ നിധി ചൂടെടുക്കുന്നുണ്ടോ? എടാ ഹരീഷേ, ആ ഫാൻ ഒന്നിട്ടേ എന്ന് പറയുമ്പോഴേക്കും നിധി പറയും, വേണ്ട. ആ നിധി പറഞ്ഞത് ശരിയാ, ഫാൻ ഇട്ടാലേ ചോറ് പെട്ടെന്ന് അങ്ങ് തണുത്തു പോവും. എന്നിട്ട് ഹരീഷിന്റെ ചെവിയിൽ പതിയെ പറയുന്നുണ്ട് സുധീഷ്, എടാ നീ ആ ബാത്റൂമിലെ ലൈറ്റ് മാറ്റുമ്പോഴേ ഈ ഫാനിന്റെ സ്വിച്ച് കൂടി ഒന്ന് ശരിയാക്കണം എന്ന് പറയുമ്പോൾ ഹരീഷ് പറയും, എനിക്ക് സൗകര്യമില്ല. അപ്പോഴേക്ക് സുധീഷ് നിധിയോട് ചോദിക്കും, അതെ പ്ലേറ്റ് കയ്യിൽ പിടിച്ച് തിന്നുന്നോ അതോ മേശ വേണോ എന്ന് ചോദിക്കുമ്പോൾ നിധി ഒന്നും മിണ്ടാതെ നിൽക്കുവാണ്. എടാ നികേഷേ, മേശ ഇങ്ങനെ എടുക്കുക എന്ന് പറയുമ്പോൾ നികേഷ് നീക്കുമ്പോ നിധി പറയും, അയ്യോ വേണ്ട, ഇരുന്നേ, എനിക്ക് ഫുഡൊന്നും വേണ്ട എന്ന് പറയാൻ കേട്ടോ. അപ്പോ നികേഷ് പറയും, അതെ ഇവിടുത്തെ ഫുഡ് കലക്കന. ഒരു പ്ലേറ്റ് ചോറെടുത്ത് കൊടുത്തിട്ട് നികേഷ് പറയും, ഇതാ ഇവിടുത്തെ സുഭാഷേട്ടന്റെ സ്പെഷ്യൽ എന്നും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അത് വാങ്ങിച്ചിട്ട് നിധി ചോദിക്കും, അതെ ഞാൻ കൂടി താഴെ ഇരുന്നോട്ടെ? അയ്യോ അതൊന്നും വേണ്ട, നിധിക്ക് ഇതൊന്നും ശീലമില്ലാത്തല്ലേ എന്ന് ചോദിക്കാൻ കേട്ടോ സുധീഷ്. അപ്പോ നമ്മുടെ സുഭാഷ് പറയുന്നുണ്ട്, എടാ നികേഷേ, നീ ആ പായ എടുത്തു കൊടുത്തേ എന്ന് പറയുമ്പോ നികേഷ് പായ എടുത്തു കൊടുക്കുന്നു. അതിലിരുന്നാണ് കേട്ടോ നമ്മുടെ നിധി ഭക്ഷണം കഴിക്കുന്നത്. നിധി അപ്പോഴും സുഭാഷിനെ നോക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കും, എന്താ ഭക്ഷണം കഴിക്കുന്നില്ലേ? ഇല്ല, എനിക്കിപ്പോ വേണ്ടെന്ന് പറഞ്ഞിട്ട് വെള്ളം എടുക്കാൻ വേണ്ടിട്ട് അടുക്കളയിലേക്ക് പോവാണ്. അതിനിടയിൽ ഭാസ്കരൻ അവിടെ ഇരിക്കുന്ന നിധിയുടെ കണ്ണിൽ പെടാണ് കേട്ടോ. അല്ല അവിടെ ഇരിക്കുന്ന ആള് എന്ന് പറയുമ്പോ എല്ലാരും കൂടി അങ്ങോട്ടേക്ക് നോക്കുന്നുണ്ട്. അപ്പൊ നികേഷ് പറയും, അച്ഛനാ? അതെനിക്ക് മനസ്സിലായി, അവർക്കുള്ള ഫുഡ് എന്ന് പറയുമ്പോ അത് ഞാൻ കൊടുത്തോളാം, മോള് കഴിക്കുക എന്ന് പറയട്ടെ സുഭാഷ്. അപ്പോഴേക്കും നമ്മുടെ സുധീഷ് ചോദിക്കും, കറികളൊക്കെ വേണമെങ്കിൽ എടുക്കട്ടോ എന്ന് നികേഷ് പറയും. എങ്ങനെയുണ്ട് എന്റെ ചേട്ടന്റെ കുക്കിംഗ്? നല്ലതാണെന്ന് പറയാണ് നിധി. അങ്ങനെ നമ്മുടെ സുഭാഷ് ഭാസ്കരനുള്ള ഭക്ഷണവുമായിട്ട് പോകുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് സുധീഷ് പുറത്തുനിന്ന് വരികയാണ്. അപ്പൊ നികേഷ് ചോദിക്കും, ചേട്ടൻ ഈ റൂമിൽ തന്നെയാണ് കിടക്കുന്നത്?
പിന്നല്ലാതെ ആ റൂമിൽ എത്ര നേരം എന്ന് വെച്ചിട്ടാ ഉറങ്ങണ്ടേ എന്ന് ചോദിക്കാട്ടോ. അപ്പോഴേക്കും പറയുന്നുണ്ട്, ഒരു മിനിറ്റ് ഏട്ടാ, സുഭാഷ് ഏട്ടാ റൂം റെഡി അല്ലേ എന്ന് ചോദിക്കുകയാണ്. അതേടാന്ന് പറഞ്ഞിട്ട് സുഭാഷും ഹരീഷും കൂടെ പുറത്തേക്ക് ഇറങ്ങി വരുന്നു. അപ്പോൾ സുധീഷിനോട് സുഭാഷ് പറയും, അതെ നിനക്കൊരു സർപ്രൈസ് വെച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോഴേക്കും ഹരീഷ്, അതെ ഈ മനുഷ്യന് എന്ത് സർപ്രൈസ് കൊടുത്തിട്ട് ഒരു കാര്യമില്ല, നമ്മൾ ചെയ്തതൊക്കെ തെറ്റാന്നേ പറയുള്ളൂ സുഭാഷ് ഏട്ടാ എന്ന് പറയാട്ടോ. അപ്പോഴേക്കും സുധീഷിന് ദേഷ്യം പിടിക്കുന്നുണ്ട്. എന്താടാ നിനക്ക്, കുറെ നേരമായല്ലോ എന്നെ ചൊറിയാൻ നടക്കുന്നു, വലിയൊരു വീട്ടിൽ നിന്ന് ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചിട്ടുണ്ടെന്ന് നിനക്ക് പറ്റിയില്ലേ എന്ന് ചോദിക്കാട്ടോ. അപ്പോഴേക്കും അവിടെ കശപിശ തുടങ്ങും. ഹരീഷ് പറയും, ദേ ചേട്ടനാണെന്നൊന്നും ഞാൻ നോക്കത്തില്ല, അടിച്ച് പല്ല് താഴെ ഇടുമെന്ന് പറയുമ്പോഴേക്കും എനിക്ക് വാടാ 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 എന്ന് പറഞ്ഞിട്ട് പോകുമ്പോഴേക്കും നമ്മുടെ സുഭാഷ് എടാ എടാ നിർത്ത് നിർത്ത് എന്ന് പറയാണ്. ഒരാള് അകത്തുണ്ടെന്ന് നീ ഓർക്കണ്ടേ എന്ന് ചോദിക്കുമ്പോൾ സുധീഷ് പറയും, അത് ഓർമ്മയുള്ളതുകൊണ്ടാണ് ഞാൻ മിണ്ടാതിരിക്കുന്നത്. എടാ എന്താ സർപ്രൈസ് എന്നൊന്ന് പറ എന്ന് പറയുമ്പോൾ എല്ലാവരും കൂടി റൂമിലോട്ട് കൂട്ടിയിട്ട് പോവാണ്. അങ്ങനെ നമ്മുടെ സുധീഷ് ആണെങ്കിൽ ആ സർപ്രൈസ് കണ്ട് ഞെട്ടി പോവാണ്. മാല കൊണ്ടുള്ള തോരണങ്ങളും ബെഡിലൊക്കെ ലവ് ചിഹ്നത്തിലുള്ള ഫ്ലവേഴ്സും ഒക്കെ വെച്ചിട്ടുണ്ട്. അയ്യോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സുധീഷ് അതിൻ്റെ ഉള്ളിൽ ഓടി കളിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സുഭാഷ് പറയുന്നുണ്ട്, എടാ ഹരീഷേ നോക്ക് സുധീഷിന്റെ മുഖത്ത് നാണം വരുന്നത് എന്ന് പറയുമ്പോഴേക്കും സുധീഷ് ആ ഫ്രൂട്ട്സ് ഒക്കെ കൈ പിടിച്ചിങ്ങനെ നോക്കുക കേട്ടോ. ഇത് ആരുടെ ഐഡിയ എന്നാ പറഞ്ഞേ? അപ്പൊ സുഭാഷ് പറയും, ഐഡിയ ഞങ്ങളുടേതൊക്കെ തന്നെയാ, പക്ഷേ ഇതൊക്കെ ചെയ്തത് ഹരീഷും അവന്റെ ഫ്രണ്ട്സും കൂടിയാന്ന് പറയുമ്പോൾ സുധീഷ് ഇങ്ങനെ അടുത്തേക്ക് വരികയാണേ. എന്താ ഏട്ടൻ ഇഷ്ടപ്പെട്ടില്ലേ എന്ന് ചോദിക്കും ഹരീഷ്. അപ്പോഴേക്കും കരഞ്ഞുകൊണ്ട് നമ്മുടെ സുധീഷ് പറയുന്നുണ്ട്, സുഭാഷ് ഏട്ടാ ഇതൊന്നും വേണ്ട. അപ്പോഴേക്ക് ഹരീഷ്, ഞാനല്ലേ ചെയ്തത് അതുകൊണ്ടായിരിക്കും സുഭാഷ് ഏട്ടാ എന്ന് പറയണേ. എടാ നീ ഇങ്ങനെ ചെയ്തതുകൊണ്ടല്ല, നീ ശരിക്കും ഇങ്ങനെ ചെയ്തത് എനിക്ക് സന്തോഷമായിട്ടുണ്ട്, പക്ഷേ ഞാനും ആ കുട്ടിയും ഇങ്ങനെ ഒരു സിറ്റുവേഷൻ മാനേജ് ചെയ്യാനുള്ള മാനസികാവസ്ഥയിലല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും സുധീഷ് പറയും, അയ്യോ സുഭാഷ് ഏട്ടാ ഞങ്ങൾ വിവാഹം കഴിച്ചതേ അവളുടെ വീട്ടുകാർക്ക് തീരെ പിടിച്ചിട്ടില്ല, അതല്ലേ ഞങ്ങളുടെ പിന്നാലെ ഗുണ്ടകൾ വന്ന് ഞങ്ങളെ കൊല്ലാൻ നോക്കുന്നത്, രക്ഷയില്ലാഞ്ഞതുകൊണ്ടാ ഞങ്ങൾ ആ പോലീസ് സ്റ്റേഷനിലേക്ക് കയറി ചെന്നത്. അപ്പോഴല്ലേ അവളുടെ അച്ഛൻ വന്നിട്ട് ഒരുപാട് കുഴപ്പങ്ങൾ ഉണ്ടാക്കിയേ. അവിടെ പോലീസ് സ്റ്റേഷനിലായതുകൊണ്ടല്ലേ എനിക്ക് നിങ്ങളെ ഒന്ന് വിളിച്ചു വരെ പറയാൻ വേണ്ടിയിട്ട് പറ്റാഞ്ഞത്. അവളുടെ അച്ഛൻ പോലീസ് സ്റ്റേഷനിൽ വന്നിട്ടേ അവളോട് പറയാം, എനിക്ക് ഇനി ഇങ്ങനെ ഒരു മകളില്ല, നിനക്ക് ഇങ്ങനെ ഒരു അച്ഛനില്ല എന്ന് പറഞ്ഞ് ശപിച്ചിട്ടാ പോയേ. രാത്രി അവളുടെ ചേട്ടൻ വന്ന് കാട്ടിക്കൂട്ടിയതൊക്കെ സുഭാഷ് ചേട്ടന് അറിയാലോ. ഈ ഒരു അവസ്ഥയിൽ ഇങ്ങനെ ഒരു അലങ്കാരപ്പണികളൊക്കെ കണ്ട അവൾക്ക് ദേഷ്യം പിടിക്കത്തില്ലേ? അവൾ എന്നെ പറ്റി എന്ത് വിചാരിക്കും? ഇങ്ങനെ ഒരു അവസ്ഥയിൽ അവളുടെ മാനസികാവസ്ഥ ഞാൻ മൈൻഡ് ചെയ്തില്ല എന്ന് വിചാരിക്കത്തില്ലേ? അപ്പോഴേക്കും ഹരീഷ് പറയുന്നുണ്ട്, ഞങ്ങൾക്കറിയത്തില്ലായിരുന്നല്ലോ ഇങ്ങനൊരു സിറ്റുവേഷൻ ആണെന്ന് എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ സുധീഷ് പറഞ്ഞു കൊടുക്കുന്നുണ്ടേ, എടാ കുട്ടാ നിന്റെ തെറ്റല്ല, ഇത് ഇങ്ങനൊരു മാനസികാവസ്ഥയിലായതുകൊണ്ടാ മോനെ. ഏട്ടാ നിങ്ങൾ എന്ത് വിചാരിച്ചാലും വേണ്ടില്ല, ഞാൻ ഇതൊക്കെ മാറ്റാൻ വേണ്ടി പോവാ എന്ന് പറയുമ്പോൾ ഹരീഷ് പറയുന്നുണ്ട് കേട്ടോ, സുഭാഷ് ഏട്ടാ സുധീഷേട്ടൻ പറയുന്നതിലും കാര്യമുണ്ട്, നമുക്കിതൊക്കെ അങ്ങ് എടുത്തു മാറ്റാം, കുട്ടിയുടെ അവസ്ഥ നമ്മളും കണ്ടില്ലെന്നല്ലേ ആ കുട്ടി വിചാരിക്കാന്നൊക്കെ പറഞ്ഞിട്ട് അത് മാറ്റുവാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ നിധി ആണെങ്കിൽ റൂമിലേക്ക് വരുന്നു. നിതീഷ് സന്തോഷത്തോടെ നിൽക്കുകയാണ്. അപ്പൊ നമ്മുടെ നിധി ഇങ്ങനെ മണം പിടിക്കുന്നുണ്ട്. അപ്പൊ സുധീഷ് ഓർക്കും, അയ്യോ എന്തോ മണം പിടിക്കുന്നുണ്ടല്ലോ, എന്താ എന്ന് ചോദിക്കുമ്പോൾ നിധി പറയും, അതെ ഇവിടെ എന്തോ പൂവിന്റെ മണം. പൂവിന്റെ മണോ? എനിക്ക് തോന്നുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് നിധി നോക്കുന്ന സ്ഥലത്തേക്ക് നോക്കുമ്പോൾ അവിടെ മുല്ലപ്പൂവിന്റെ ഒരു കെട്ടുണ്ടാവും കേട്ടോ. അതെ ഈ റൂമിന് ഒരു പഴയ ഒരു സ്മെല്ലുണ്ടായിരുന്നു, അതിനവർ വെച്ചതാ, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ മാറ്റാട്ടോ എന്ന് പറയുമ്പോൾ കുടിക്കാനുള്ള വെള്ളമൊക്കെ അവിടെ ഉണ്ട്, ഇനി എന്തെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ മതി എന്ന് സുധീഷ് പറയുന്ന നേരം നിധി പറയും, ഇനിയൊന്നും വേണ്ട, നിങ്ങൾ പോയി കിടന്നുറങ്ങിക്കോ, ഇന്നലെ കുറെ ഉറങ്ങാതിരുന്നതല്ലേ എന്ന് ചോദിക്കുമ്പോൾ സുധീഷ് പറയും, അത് കുഴപ്പമില്ല എന്ന് പറയാണ്. ഉറങ്ങിക്കോ എന്ന് പറയുമ്പോൾ നിധി പറയും, ഇയാൾ പോയാലേ എനിക്ക് ഉറക്കം വരുള്ളൂ എന്ന് പറയുമ്പോൾ അത് ശരിയാണല്ലോ, എന്നാ ഉറങ്ങിക്കോ എന്ന് പറഞ്ഞ് തിരിഞ്ഞു പോകുന്ന നേരത്ത്, അതെ എങ്കിൽ നാളെ രാവിലെ തന്നെ ഹോസ്റ്റലിലേക്ക് മാറാല്ലേ എന്ന് പറയുമ്പോൾ സുധീഷ് പറയും, അതിനെന്താ മാറാലോ എന്ന്. എന്നിട്ട് പറയും, നാളെ ഞാൻ എല്ലാ പൈസയും തന്നേക്കാട്ടോ, ഞാൻ എല്ലാം കുറിച്ച് വെച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ, ഇഷടാ എന്താടോ താനിങ്ങനെ, ഞാൻ നിന്നെ വലിയ സംഭവമായിട്ട് കരുതുമ്പോൾ നീ എന്നെ ഡ്രൈവറായിട്ട് കരുതുന്നു എന്ന് ചോദിക്കുമ്പോൾ, അങ്ങനല്ല, എനിക്ക് വേണ്ടി ഇയാൾ ഒരുപാട് ബുദ്ധിമുട്ടിയില്ലേ, നാട്ടുകാർക്കും വീട്ടുകാർക്കൊക്കെ ഉണ്ടായ ബുദ്ധിമുട്ടൊന്നും പരിഹരിക്കാൻ എനിക്ക് പറ്റത്തില്ല, അറ്റ്ലീസ്റ്റ് പൈസ ഉണ്ടെങ്കിലും എനിക്കത് പരിഹരിക്കാലോ എന്ന് നിധി പറയുമ്പോൾ, ഓക്കെ അങ്ങനെയാണെങ്കിൽ രാവിലെ തന്നെ പോയി ഹോസ്റ്റലിൽ കാണാമെന്ന് പറയാൻ കേട്ടോ സുധീഷ്. പിന്നെയും സുധീഷ് പോവാൻ നേരം അതെ എന്ന് വിളിക്കാൻ, ഇനി എന്താ എന്ന് ചോദിച്ചു വരുമ്പോഴേക്കും നിധി പറയും, ഇന്ന് തന്നെ നിങ്ങളുടെ ബ്രദേഴ്സിനോട് ഉള്ള കാര്യം അങ്ങ് പറഞ്ഞേക്കണം, അവരെ പറ്റിക്കുന്നത് എന്തിനാ, ഇത്രയും വലിയ കാര്യമൊക്കെ നടന്നിട്ട് നമ്മളോട് ഒരക്ഷരം ചോദിച്ചില്ലല്ലോ, നമ്മളെ വിഷമിപ്പിക്കണ്ട എന്ന് കരുതിയിട്ടായിരിക്കും,
അതുകൊണ്ടേ പറഞ്ഞേക്കണേ എന്ന് പറയുമ്പോഴേക്കും സുധീഷ് പറയും, ഓ അതിനെന്താ, പറഞ്ഞേക്കാലോ, എങ്കിൽ പോയി ഉറങ്ങിക്കോ എന്ന് പറഞ്ഞിട്ട് സുധീഷ് അങ്ങ് പോട്ടോ. ആ സമയത്ത് നമ്മുടെ നിധി ആണെങ്കിൽ ഡോറ് അടയ്ക്കുമ്പോ അത് അടയുന്നില്ലേ, എന്റെ ഈശ്വര ഇത് അടയുന്നില്ല, ഇനി എന്ത് ചെയ്യും എന്ന് പറഞ്ഞ് നിൽക്കുകയാണെ. അങ്ങനെ സുധീഷ് ആണെങ്കിൽ സുഭാഷും നികേഷും ഹരീഷൊക്കെ കിടക്കുന്നത്തേക്ക് വരിക കേട്ടോ. ഏട്ടാ നീങ്ങി കിടക്ക്, എനിക്കിവിടെ കിടക്കണം എന്ന് പറയുമ്പോൾ, നീ എന്തിനാ ഇവിടെ കിടക്കുന്നത്, എടാ ആ കുട്ടിയുടെ കൂടെ പോയി കിടക്ക് എന്ന് പറയുമ്പോൾ, ഇല്ല ഞാൻ ഇന്ന് ഇവിടെ കിടക്കണമെന്ന് പറയാം കേട്ടോ. അപ്പോഴേക്കും ഹരീഷ് പറയും, ഇങ്ങേരെന്തിനാ ആ കുട്ടിയുടെ അടുത്ത് നിന്ന് ഇങ്ങോട്ട് പോകുന്നത്. അപ്പൊ സുധീഷ് പറയും, എടാ ഞാൻ പറഞ്ഞല്ലോ അവളുടെ മനസ്സ് ഇപ്പൊ വളരെ അപ്സെറ്റ് ആയിരിക്കാന്ന്, അപ്പൊ ഞാൻ അവിടെ പോയി കിടക്കുന്നത് അത്രയ്ക്ക് ശരിയല്ല എന്ന് പറഞ്ഞു കൊടുക്കാനുണ്ട് സുധീഷ്. അപ്പൊ ഹരീഷ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, എടാ അപ്സെറ്റ് ആയിരിക്കുമ്പോഴാ അവിടെ കൂട്ടിനൊരാൾ വേണ്ടത്, അപ്പോഴേ ഇങ്ങേര് എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ സുധീഷ് ഒരു കാര്യം പറയാണ്, അന്നേ കല്യാണം നടത്തിയപ്പോൾ ചെടപട എന്നായിരുന്നല്ലോ, അപ്പോഴേ നിങ്ങളോടൊന്നും എനിക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ലല്ലോ എന്ന് പറയുമ്പോൾ സുഭാഷ് പറയും, ഇപ്പൊ സംസാരിക്കാനുള്ള നേരമല്ല മോനെ, മോൻ പോയിട്ട് ആ കുട്ടിയുടെ കൂടെ കിടക്കുക എന്ന് പറയുമ്പോൾ, ആ കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടെ അങ്ങോട്ട് കിടക്കുക കേട്ടോ, ഇവിടെയല്ല ആ കുട്ടിയുടെ കൂടെ. അപ്പോൾ ഹരീഷ് പറയും, ഏട്ടാ ആ കുട്ടിക്ക് ഇവിടെ പേടിയാവും, ആദ്യമായിട്ട് വരല്ലേ ഒറ്റയ്ക്ക് ഒരു റൂമിൽ എന്നൊക്കെ ചോദിക്കുമ്പോൾ സുധീഷ് പറയും, അയ്യോ ആ കുട്ടി ഇന്നലെ ഉറങ്ങിയിട്ടേ ഇല്ല, സിനിമയിൽ കാണുന്ന പോലെയായിരുന്നു, കല്യാണം ഗുണ്ടകള് ചേസിങ് എല്ലാം കൂടി, ഉറങ്ങിയിട്ടേ ഇല്ല എന്ന് പറയുമ്പോൾ അപ്പോഴേക്ക് നികേഷ് എണീറ്റ് ചോദിക്കുന്നുണ്ട്, അതെ സുധീഷ് ഏട്ടാ നിങ്ങൾ ഏടത്തിയമ്മയെ കണ്ടിട്ട് കുറച്ച് ദിവസമല്ലായിട്ടുള്ളൂ, അപ്പോഴേക്ക് എങ്ങനെ ഷടേന്ന് കല്യാണം നടന്നതെന്ന് ചോദിക്കുമ്പോൾ അത് ആലോചിക്കുകയാണ് കേട്ടോ നമ്മുടെ സുധീഷ്. അപ്പോഴേക്കും ഹരീഷ് പറയുന്നുണ്ട്, എടാ നീ അടി കൊണ്ട് ഗുളിക കഴിച്ച് കിടക്കാൻ നിൽക്കുമല്ലേ, അപ്പൊ കിടന്നോ എന്ന് പറയണേ. അപ്പോഴേക്കും സുധീഷ് ചോദിക്കുന്നുണ്ട് ഹരീഷിനോട്, എടാ ഞാൻ കുറച്ച് നേരമായിട്ട് നിന്നെ ശ്രദ്ധിക്കുക, നിനക്ക് എന്താടാ ഒരു കനം എന്ന് ചോദിക്കുമ്പോൾ സുഭാഷ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഷടേന്ന് കല്യാണം നടത്തിയ ആരാണ് ദേഷ്യപ്പെടാതിരിക്കുന്നത്, ആ അത് ശരി എന്ന് പറയുന്നുണ്ട്. അപ്പൊ സുധീഷ് ചോദിക്കുന്നുണ്ട് സുഭാഷിനോട്, ഏട്ടന് ദേഷ്യമൊന്നും തോന്നുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ, എനിക്ക് ദേഷ്യമൊന്നും വന്നില്ല, പക്ഷെ പേടിയായിരുന്നു എന്ന് പറയാം. പേടിയോ എന്തിനെന്ന് ചോദിക്കുമ്പോൾ യേശു ചോദിക്കും, അതെ അതൊക്കെ വിട്ടേക്ക്, എങ്ങനെയായിരുന്നു ഏടത്തിയമ്മയായിട്ടുള്ള പ്രേമം, എങ്ങനെ അത് കല്യാണം വരെ എത്തിയെന്ന് ചോദിക്കാട്ടോ. അപ്പോ നല്ല വിശദമായിട്ട് തന്നെ നമ്മുടെ സുധീഷ് പറയുന്നുണ്ട് കേട്ടോ.